പട്ടികജാതി പട്ടികവിഭാഗ നേതാക്കളെ അവഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും എംപിയുമായ കൊടിക്കുന്നിൽ സുരേഷ്. കേരളത്തിലെ മണ്ഡലം, ബ്ലോക്ക്, നിയമസഭാ, ജില്ലാ തലങ്ങളിൽ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിനായി രൂപീകരിച്ച കോർ കമ്മിറ്റികളിൽ പാർട്ടിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗം നേതാക്കളെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നത് ഗുരുതരമായ അനീതിയും വിവേചനപരമായ നടപടിയുമാണെന്ന് ചൂണ്ടിക്കാട്ടി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് കത്ത് നൽകിയതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കൊടിക്കുന്നിൽ സുരേഷ് MP ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് സമിതികളിൽ പട്ടികജാതി പട്ടിക വിഭാഗം നേതാക്കളെ പൂർണ്ണമായും ഒഴിവാക്കിയ നടപടി അംഗീകരിക്കാനാകില്ല എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP ആരോപിക്കുന്നത്. യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, INTUC, KSU തുടങ്ങിയ സംഘടനകൾക്ക് പ്രാതിനിധ്യം നൽകിയിട്ടുണ്ടെങ്കിലും ദളിത് ആദിവാസി നേതാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയിട്ടില്ല എന്നും സംവരണ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ചർച്ചകളിലും മറ്റും ദളിത് ആദിവാസി നേതാക്കളെ ഉൾപ്പെടുത്താതിരിക്കുകയാണ് ചെയ്യുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP തുറന്നടിച്ചു. ഇത് സംബന്ധിച്ച മാധ്യമങ്ങൾക്ക് നൽകിയ കുറിപ്പിലാണ് കൊടിക്കുന്നിൽ സുരേഷ് MP രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ തേടി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് കത്ത് നൽകിയതായും MP പറയുന്നു. കേരളത്തിലെ മണ്ഡലം, ബ്ലോക്ക്, നിയമസഭാ, ജില്ലാ തലങ്ങളിൽ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിനായി രൂപീകരിച്ച കോർ കമ്മിറ്റികളിൽ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിലെ നേതാക്കളെ പൂർണ്ണമായും ഒഴിവാക്കിയത് ഗുരുതരവും അനീതിയും വിവേചനപരമായ നടപടിയുമാണെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ കൊടിക്കുന്നിൽ സുരേഷ് MP ആരോപിക്കുന്നു. കോൺഗ്രസിന്റെ സാമൂഹ്യനീതിയുടെയും ഉൾക്കൊള്ളലിന്റെയും ദേശീയ ദർശനത്തിന് വിരുദ്ധമായ നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറയുന്നു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഉന്നയിച്ചിരിക്കുന്ന സാമൂഹ്യനീതി അടിസ്ഥാനമാക്കിയ പാർട്ടി പുനർനിർമ്മാണ ദിശയെ ഇത് അപമാനിക്കുകയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP വെട്ടിത്തുറന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് നടന്ന KPCC യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും MP ആരോപിക്കുന്നു. കോൺഗ്രസിന്റെ സാമൂഹ്യനീതി, സമത്വം, പ്രാതിനിധ്യം എന്നീ മൂല്യങ്ങൾ നിലനിർത്തുവാൻ പട്ടികജാതി പട്ടിക വിഭാഗം നേതാക്കളെ എല്ലാ തലങ്ങളിലുമുള്ള സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് സമിതികളിൽ തുല്യമായ പ്രാതിനിധ്യം നൽകി ഉൾപ്പെടുത്തുന്നത് വഴി കോൺഗ്രസിന്റെ സാമൂഹ്യനീതി, സമത്വം, പ്രാതിനിധ്യം എന്നീ മൂല്യങ്ങൾ നിലനിർത്താൻ ഒരു താൽക്കാലിക പരിഹാരമാകുമെന്നും MP പറയുന്നു. CDNet ന്യൂസ്, മാവേലിക്കര.